കേരളത്തിലേക്ക് അധിക വന്ദേ ഭാരത് എത്തുമ്പോൾ കൊച്ചി നഗരമാണ് നിലവിൽ നമ്മുടെ മെട്രോ നഗരം എന്ന് വിശേഷിപ്പിക്കുന്നത്. ഇപ്പോൾ മെട്രോ നഗരമാകാൻ തിരുവനന്തപുരം കൂടി തയ്യാറെടുക്കുകയാണ്. തിരുവനന്തപുരം മെട്രോ റെയിൽ പദ്ധതിയുടെ ആദ്യഘട്ട അലൈൻമെന്റിനാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ അംഗീകാരം നൽകിയത്. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് മുഖേനയാണ് ഈ പദ്ധതി നടപ്പിലാക്കുക. 1.5 മാസത്തിനുള്ളിൽ DPR തയ്യാറാക്കും. കൊച്ചി മെട്രോയുടെ മാതൃകയിൽ തന്നെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാൻ പോകുന്നത്. കൊച്ചി മെട്രോയിലേക്ക് നമ്മൾ എത്തുന്നതിന് മുമ്പ് ഈ മെട്രോ എന്നത് രാജ്യത്തെ പ്രധാനപ്പെട്ട നഗരപ്രദേശങ്ങളിലെ ഏറ്റവും നിർണായകമായ ഗതാഗത സംവിധാനം തന്നെയാണ് മെട്രോ എന്നത്. അതിലെടുത്തു പറയേണ്ടത് സ്വാഭാവികമായും ഈ റോഡ് മുഖേനയുള്ള ഗതാഗതം എന്നത് ഓഫീസ് സമയത്തും മറ്റുമൊക്കെ വലിയ തോതിൽ ട്രാഫിക് ജാമുകൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഗതാഗത നിയന്ത്രണത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാക്കുന്നത്. എങ്കിൽ മെട്രോയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ആ തിരക്കുകൾ വലിയ തോതിൽ ഒഴിവാക്കാൻ ഒരു പ്രദേശത്തെ ജനങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. അത് നഗരപ്രദേശത്തിൽ ആണ് പ്രധാനമായും മെട്രോയുടെ സേവനം ജനങ്ങൾക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കുക. ഒരുപക്ഷെ ഇന്ത്യയിൽ ഏറ്റവും നന്നായി മെട്രോ സേവനം പ്രയോജനപ്പെടുത്തുന്നത് ഡൽഹിയിലാണ് എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. പക്ഷേ മെട്രോ സംവിധാനം എന്നത് ആരംഭിച്ചത് രാജ്യത്ത് 1984 ആയിരുന്നു. അതാകട്ടെ കൊൽക്കത്തയിൽ ആയിരുന്നു എന്നുള്ളതാണ് ഓർക്കുക. 1984 ആരംഭിച്ച മെട്രോ സംവിധാനത്തെ ഇപ്പോഴും നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും വികസിതം എന്ന് നമ്മൾ പറയുമ്പോൾ പോലും സംസ്ഥാനത്ത് അധികം പ്രയോജനപ്പെടുത്താൻ സാധിക്കാതെ പോകുന്നു എന്നുള്ളതാണ്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്നത് നമ്മുടെ ജനസംഖ്യയും ഒരു നഗരത്തിലെ ജനങ്ങളുടെ തോതും എന്നതാണ്. ഇന്ത്യയിലെ മറ്റ് പല പ്രധാനപ്പെട്ട നഗരങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ മെട്രോ നഗരമായ കൊച്ചിയിൽ പോലും ഡൽഹിയുമൊക്കെയായി താരതമ്യം ചെയ്യുമ്പോൾ ജനസംഖ്യ എന്നത് പൊതുവെ കുറവാണ്. മാത്രവുമല്ല, കേരളം ഒരു പൊതു സ്വഭാവം പരിശോധിച്ചാൽ കേരളത്തിൽ അങ്ങനെ വിജനമായ ഭൂപ്രദേശങ്ങൾ എന്നത് വളരെ കുറവാണ്. ചെറിയ ചെറിയ ടൗൺഷിപ്പുകൾ പോലെ പരസ്പരം ബന്ധിപ്പിക്കാവുന്ന ഒരു ഭൂഘടനയാണ് നമ്മുടേത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ റോഡ് ഗതാഗതത്തെ അധികമായി പ്രയോജനപ്പെടുത്തുന്നത്. ദേശീയപാത എന്നത് കേരളത്തെ ബന്ധിപ്പിക്കുമ്പോൾ അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട നഗരം അതിപ്പോൾ കൊച്ചി, കോഴിക്കോട്, തിരുവനന്തപുരം അങ്ങനെയാണ് നമുക്ക് കണക്കാക്കേണ്ടത്. അങ്ങനെയുള്ള നഗരപ്രദേശങ്ങളിലേക്കാണ് മെട്രോ അധികമായി കടന്നു വരിക. ഇപ്പോൾ ഏറ്റവും ദ്രുതഗതിയിൽ ഗതാഗതം സാധ്യമാകുന്ന ഒരു നഗരപ്രദേശത്ത് ഗതാഗതം സാധ്യമാകുന്ന സംവിധാനം ആണ് ഈ മെട്രോ എന്നത്. നിലവിലെ കണക്കുകൾ, അതായത് ഏറ്റവും ഒടുവിലത്തെ ഡേറ്റകൾ അനുസരിച്ച് രാജ്യത്ത് 36.5 ബില്യൺ യാത്രക്കാർ ആണ് ഈ മെട്രോ വഴിയുള്ള സേവനങ്ങൾ പ്രയോജനപ്പെടുത്തുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചു കഴിഞ്ഞു, കേരളത്തിലെ ഒരു മാതൃക തന്നെയാണ് നമ്മൾ തിരുവനന്തപുരത്ത് പിന്തുടരാൻ പോകുന്നത്. അത് കൊച്ചി മാതൃകയെ ആണ് പിന്തുടരാൻ പോകുന്നത്. കൊച്ചിയിൽ നിലവിൽ മെട്രോ സർവീസ് നടത്തുന്നുണ്ട്. ഒപ്പം മെട്രോയുടെ പുരോഗമന പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. കൂടുതൽ പ്രദേശത്തേക്ക് മെട്രോ വ്യാപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രധാനപ്പെട്ട IT ഹബ്ബായിട്ടുള്ള കാക്കനാടേക്ക് ഉൾപ്പെടെ മെട്രോ സർവീസുകൾ ആരംഭിക്കുന്നു എന്നുള്ളതാണ്. ഏതാണ്ട് നിർമ്മാണ പ്രവൃത്തികൾ അതിൻ്റെ അവസാന ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഇതിലേറ്റവും ശ്രദ്ധേയമാകുന്ന കാര്യവും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, 1984 രാജ്യത്തെ ആദ്യത്തെ മെട്രോ കൊൽക്കത്തയിൽ പ്രവർത്തനം ആരംഭിച്ചുവെങ്കിൽ 1999 ആണ് കേരളത്തിൽ ഈ മെട്രോ പദ്ധതിയെക്കുറിച്ചുള്ള ഒരു ഔദ്യോഗികമായ പഠനം ആരംഭിക്കുന്നത് എന്നതാണ് എടുത്തു പറയേണ്ടത്. പക്ഷേ ആ പദ്ധതി യാഥാർത്ഥ്യമാകാൻ 2017 വരെ നമുക്ക് കാത്തിരിക്കേണ്ടതായി വന്നു. 2017 ജൂൺ 17 ആയിരുന്നു ഈ മെട്രോയുടെ ആദ്യഘട്ടം കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. തൊട്ടടുത്ത ദിവസം ജൂൺ 19 പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുകയും ചെയ്തു. ഇപ്പോഴും മെട്രോ സാമ്പത്തികമായി ലാഭത്തിൽ ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ മെട്രോ എന്നത് കൊച്ചിയിലെ ഗതാഗത കുരുക്കിന് വലിയ തോതിൽ പരിഹാരമാകുന്നുണ്ട്. വെള്ളക്കെട്ട് പോലെയുള്ള പ്രതിസന്ധികളെ നേരിടേണ്ടതായി യാത്രക്കാർക്ക് വരുന്നില്ല എന്നതുകൂടിയാണ് ഈ മെട്രോയുടെ ഏറ്റവും എടുത്തു പറയേണ്ട സവിശേഷത. ഓഫീസ് സമയങ്ങളിൽ ആളുകൾക്ക് കൃത്യമായി യാത്ര ചെയ്യാൻ മെട്രോയിലൂടെ സാധിക്കുന്നു. ഒപ്പം വാട്ടർ മെട്രോ എന്നതും കൊച്ചിയുടെ ഒരു പ്രധാനപ്പെട്ട യാത്രാ മാർഗമായി ഇപ്പോൾ മാറുന്നു എന്നുള്ളതാണ്. ഇതെല്ലാം ഗതാഗത കുരുക്ക് ഒഴിവാക്കാൻ സഹായിക്കുന്നു എന്നുള്ളതാണ്. അതായത് കൊച്ചിയിൽ ഇപ്പോൾ എങ്ങനെയാണോ ഈ മെട്രോ സംവിധാനം പ്രവർത്തിക്കുന്നത് അതേ മാതൃകയിൽ തന്നെയുള്ള ഒരു പ്രവർത്തന രീതിയിലേക്കാണ് തിരുവനന്തപുരവും എത്തുന്നത്. എന്തായാലും 2017 കൊച്ചി മെട്രോ പ്രവർത്തനം ആരംഭിച്ച് ഇപ്പോഴും തിരുവനന്തപുരത്ത് അതിൻ്റെ സാധ്യത അല്ലെങ്കിൽ അലൈൻമെൻറ്റുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ മാത്രമാണ് നടക്കുന്നത് എന്നത് എടുത്തു പറയേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ദീർഘകാലമായുള്ള ഈ തിരുവനന്തപുരം നിവാസികളുടെ അല്ലെങ്കിൽ തലസ്ഥാന നഗരത്തിൻ്റെ ഒരു ആവശ്യം ആണ് യാഥാർത്ഥ്യത്തിലേക്ക് അടുക്കുന്നത്. സംസ്ഥാനം അംഗീകരിച്ച അലൈൻമെൻറ്റ് കേന്ദ്രത്തിൻ്റെ അംഗീകാരത്തിനായി സമർപ്പിക്കും. DPRും വൈകാതെ സമർപ്പിക്കാം എന്ന പ്രതീക്ഷയിലാണ് നിർമ്മാണ ചുമതലയുള്ള KMR. തിരുവനന്തപുരം മെട്രോ റെയിൽ അലൈൻമെന്റിന് സംസ്ഥാനം അംഗീകാരം നൽകിയെങ്കിലും കടമ്പകൾ ഇനിയുമുണ്ട്. സംസ്ഥാനം അംഗീകരിച്ച അലൈൻമെന്റിന് കേന്ദ്രത്തിന്റെ അംഗീകാരം ലഭിക്കണം.
മാത്രമല്ല അതിന് പിന്നാലെ DPR തയ്യാറാക്കേണ്ടതുണ്ട്. ഇതിനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അംഗീകാരം ലഭിക്കണം. 1 മാസത്തിനുള്ളിൽ DPR തയ്യാറാക്കാൻ കഴിയുമെന്നാണ് KMRL വ്യക്തമാക്കുന്നത്. മറ്റൊരു വെല്ലുവിളി തുക കണ്ടെത്തുക എന്നതാണ്. 1 കിലോമീറ്റർ നിർമ്മാണത്തിന് പ്രതീക്ഷിക്കുന്ന ചെലവ് 250 കോടി രൂപയാണ്. 31 കിലോമീറ്റർ നിർമ്മിക്കാൻ വേണ്ടിവരിക 7750 കോടി രൂപ. 20:20:60 എന്ന തരത്തിലാണ് ചെലവ് വഹിക്കുക. 20% വീതം തുക കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വഹിക്കും. 60% മറ്റ് ഏജൻസികളിൽ നിന്ന് കണ്ടെത്തും. ടെക്നോ പാർക്കിൻ്റെ 3 ഫേസുകൾ വിമാനത്താവളം, തമ്പാനൂർ ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ, സെക്രട്ടേറിയറ്റ്, മെഡിക്കൽ കോളേജ് എന്നിവ ബന്ധിക്കുന്ന ആദ്യഘട്ട അലൈൻമെൻറ്റാണ് അംഗീകരിച്ചത്. കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് മുഖേനയാണ് പദ്ധതി നടപ്പിലാക്കുക. പാപ്പനംകോട്ട് നിന്ന് ആരംഭിച്ച് കിള്ളിപ്പാലം, പാളയം, ശ്രീകാര്യം, കഴക്കൂട്ടം, ടെക്നോ പാർക്ക്, കൊച്ചുവേളി വിമാനത്താവളം വഴി ഈഞ്ചക്കലിൽ അവസാനിക്കും. 31 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാതയിൽ 27 സ്റ്റേഷനുകൾ ഉണ്ടായിരിക്കും. കഴക്കൂട്ടം, ടെക്നോ പാർക്ക്, കാര്യവട്ടം എന്നിവയായിരിക്കും ഇൻ്റർചേഞ്ച് സ്റ്റേഷനുകൾ. തിരുവനന്തപുരം മെട്രോയുടെ മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായി ശ്രീകാര്യം, ഉള്ളൂർ, പട്ടം എന്നീ മേൽപ്പാലങ്ങളുടെ നിർമ്മാണ ചുമതല കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിനെ ഏൽപ്പിച്ചിരുന്നു. ഇതിൽ ശ്രീകാര്യം മേൽപ്പാലത്തിൻ്റെ നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. മെട്രോ സ്റ്റേഷനുകൾ പാപ്പനംകോട്, കൈമനം, കരമന, കിള്ളിപ്പാലം ജംഗ്ഷൻ, തമ്പാനൂർ, സെക്രട്ടേറിയറ്റ്, പാളയം, പ്ലാമൂട്, പട്ടം, മുറിഞ്ഞപാലം, മെഡിക്കൽ കോളേജ്, ഉള്ളൂർ, പോങ്ങുമൂട്, ശ്രീകാര്യം, പാങ്ങപ്പാറ, ഗുരുമന്ദിരം, കാര്യവട്ടം, ടെക്നോ പാർക്ക് ഫേസ് 1 ഇവിടെ ഇൻ്റർചേഞ്ച് സ്റ്റേഷനാണ്. ടെക്നോ പാർക്ക് ഫേസ് 3 കുളത്തൂർ, ടെക്നോ പാർക്ക് ഫേസ് 2 ഇതും ഇൻ്റർചേഞ്ച് സ്റ്റേഷനാണ്. ആക്കുളം ലേക്ക്, കൊച്ചുവേളി, വെൺപാലവട്ടം, ചാക്ക, എയർപോർട്ട്, ഈഞ്ചക്കൽ ഏറ്റവും ഒടുവിലത്തെ ടെർമിനൽ സ്റ്റേഷനാണ്. ഈ പാതയുടെ ഒരു എൻഡ് വരുന്നത് ഈഞ്ചക്കലാണ്. ഈ തരത്തിലാണ് ഇതിൻ്റെ ഒരു രൂപകൽപ്പന. 2ാം ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിൻ്റെ മാതൃകയിൽ തിരുവനന്തപുരം, കോഴിക്കോട് നഗരങ്ങളിൽ മെട്രോ റെയിൽ നടപ്പാക്കാൻ കേരള റാപ്പിഡ് ട്രാൻസിറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് രൂപീകരിച്ചത്. 2014 DMRC ആദ്യ DPR കൈമാറി. പിന്നെയും പദ്ധതി വൈകിയതോടെ വീണ്ടും DPR തയ്യാറാക്കാൻ കേന്ദ്രം നിർദ്ദേശിച്ചു. 2021 പുതിയ DPRും DMRC നൽകി. 2022 സംസ്ഥാനത്തെ റെയിൽവേ പദ്ധതികൾക്ക് ഒന്നിലധികം സ്ഥാപനങ്ങൾ വേണ്ടെന്ന കേന്ദ്ര സർക്കാർ നിർദ്ദേശത്തെ തുടർന്ന് KRTL പിരിച്ചുവിട്ടു. തിരുവനന്തപുരം, കോഴിക്കോട് മെട്രോകളുടെ ചുമതല KMRLന് കൈമാറി. 2023 തിരുവനന്തപുരത്ത് മെട്രോ ഗതാഗത പദ്ധതി തയ്യാറാക്കി. 2024 CMBയുടെ അടിസ്ഥാനത്തിൽ പുതിയ റൂട്ടുകൾ നിർദ്ദേശിച്ചെങ്കിലും അലൈൻമെൻറ്റ് മാറ്റാൻ വീണ്ടും സർക്കാർ നിർദ്ദേശിച്ചിരുന്നു. സംസ്ഥാന സർക്കാർ അലൈൻമെൻറ്റ് അംഗീകരിച്ചതോടെ പദ്ധതി അംഗീകാരത്തിനായി കേന്ദ്ര സർക്കാരിന് ഉടൻ സമർപ്പിക്കും. ഇതാണ് ഈ മെട്രോയുമായി ബന്ധപ്പെട്ട് ഇനി കടമ്പകൾ ഏറെയുണ്ട്. എന്തുകൊണ്ട് ഈ പദ്ധതി ഇതുവരെ നീണ്ടുപോയി എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ആണ് VV വിനോദ് എക്സ്പ്ലെയിനറിലൂടെ വിശദീകരിച്ചത്. എങ്കിൽ ഇപ്പോൾ അജയ് സുധാ ബിജു നമുക്കൊപ്പം ചേരുന്നുണ്ട്. അജയ്, നേരത്തെ വന്ദേ ഭാരത്, 3ാമത്തെ വന്ദേ ഭാരത് എത്തുമ്പോൾ തീർച്ചയായും ഇതെല്ലാം വികസനത്തിന് ഊന്നൽ നൽകുന്ന പദ്ധതികൾ തന്നെയാണ്. പക്ഷേ ഇതിനെല്ലാം ചില രാഷ്ട്രീയ സ്വഭാവം കൂടിയുണ്ട്. രാഷ്ട്രീയമായി കൂടി തെരഞ്ഞെടുപ്പ് പോലെയുള്ള ഘട്ടങ്ങൾ